നമസ്കാരം. എന്താ പറയുന്നത്, വർഷങ്ങളിങ്ങനെ ഓടുകയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം 4 മണിയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 4 മണിയാകത്തില്ല. ഇപ്പം നേരം വെളുക്കേണ്ട, അതിനു മുമ്പേ 4 മണിയായി. അങ്ങനെ വർഷങ്ങളിങ്ങനെ ഓടുകയാണ്. ഇതാ 2025 കഴിഞ്ഞു. 2022ലേക്ക് കാല് വച്ചിരിക്കുന്ന ഈ സമയം. 2026 എനിക്ക് അനുകൂലമാണോ? ഇപ്പോൾ 2026 സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിസഭ 2026 മേയോടുകൂടി മാറുകയാണ്. പക്ഷേ എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം അനുസരിച്ച് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ അപ്പം ഒരു തവണ കൂടി അവർക്ക് ജയിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം കാരണം പൊതുവേ നോക്കുകയാണെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ആളിൻ്റെ നക്ഷത്രപ്രകാരം അവർക്ക് അനുകൂലമായി വരാം. മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് കഥയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ ഈ 2026. അപ്പം 2026 സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. വ്യാഴമാറ്റം മെയ് മാസത്തിൽ കഴിയുമ്പോഴത്തേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വീണ്ടും അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് കർക്കിടക രാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ ഗുരുമാറ്റം അനുകൂലമാകുന്ന ഒട്ടേറെ രാശിക്കാരുണ്ട്. അപ്പോൾ ആ രാശിക്കാർക്കെല്ലാം ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ 2026 എന്നെയും ഭാഗ്യവാനാക്കി തീർക്കണമേ എന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കും, സ്വപ്നം കാണും. പോയാണ്ടിൽ ഒറ്റയ്ക്ക് സ്വപ്നം കണ്ടാൽ ഈ ആണ്ടിൽ സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം. കാരണം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് 2026 ഒരുപാട് പേര് വിവാഹം നടക്കാം, ഗൃഹം വയ്ക്കാം, വാഹനമില്ലാത്തവർക്ക് വാഹനം വാങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം, ഈ ആഗ്രഹങ്ങളെല്ലാം 2025ലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ 2026ലേക്ക് കിടക്കുമ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാൻ ഇനി ഭൂമി സംബന്ധമായിട്ടുള്ളൊരു ദോഷവും വരാതെ ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്കുണ്ടായി. വയനാട് ദുരന്തം വന്നു, സുനാമി വന്നു, മറ്റൊരുപാട് പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമുക്കൊരുപാട് നമ്മുടെ കൺമുന്നിൽ വന്നു. ആ പ്രകൃതിക്ഷോഭങ്ങളൊന്നുമില്ലാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ ലോകത്തിലുള്ളവരെല്ലാം സുഖിമാന്മാരായി തീരാൻ ഈ 2026 സഹായിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടെന്ന് ഞാൻ പറയുന്നത് പോലെ ഈ പ്രകൃതിയെയും പ്രാർത്ഥിക്കുക. പ്രകൃതി നമ്മുടെ അമ്മയാണ്. പ്രകൃതിയും മനുഷ്യനും ഈശ്വര ചൈതന്യവും ഏകീകരിച്ചു സമ്മേളിക്കുന്ന ഒരവസ്ഥയിലാണ് ജീവിതം മംഗളപൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് നമുക്ക് പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമാപശ്യത, പരസ്പരമുള്ള ആ സ്നേഹവും വിശ്വാസവും ഊട്ടി ഉറപ്പിക്കണം. അപ്പം പഴയ കാലത്ത് നമുക്കറിയാം, ഇന്ന വീട്ടിലെ ഇന്ന ആളിൻ്റെ കുട്ടിയാണതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം നമുക്ക് കുട്ടികളെ ഒന്ന് ഇന്ന വീട്ടിലെ കുട്ടികളാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം പരസ്പരമുള്ളൊരു വിശ്വാസമില്ല, സഹകരണമില്ല. ഞാനാണ് എല്ലാം വലുത്, അതുകൊണ്ട് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണ എന്ന ഞാനെന്ന ഭാവം ഒരിക്കലും ഉണ്ടാകാതെ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് 2026 മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും അതാവശ്യം തന്നെയാണ്. കാരണം എവിടെ നോക്കിയാലും ഒരു ഭീകരതയാണ്, നമുക്ക് പേടിപ്പെടുത്തുന്ന നമുക്ക് വളരെ സന്തോഷത്തോടെ പഴയ കാലഘട്ടത്തിലെ പോലെ പണ്ടൊക്കെ സെക്കൻഡ് ഷോ കാണാൻ പോകാം, ധൈര്യമായിട്ട് പോയിട്ട് വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം പോയിട്ട് വരാൻ തന്നെ നമുക്ക് പേടിയായിരിക്കുന്നു. കാരണം എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉത്സാഹിച്ച് ഒരു വലിയൊരു ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ക്ഷേത്രോത്സവത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭയം മാറാൻ പ്രാർത്ഥനയിലൂടെ ഈ 2026 കഴിയണം. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒന്നുപോലെ കൊണ്ടുപോയാൽ ഈ 2026 ഇങ്ങനെ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പുതിയ മന്ത്രിസഭയ്ക്ക് അനുകൂലമായ സമയമാണ് ഈ വരുന്ന 2026. ആ മന്ത്രിസഭയിൽ വരുന്നവരും ജനങ്ങളുടെ ആ നല്ലതിന് വേണ്ടി, ജനങ്ങളുടെ ദുഃഖമെല്ലാം മാറ്റി ജനങ്ങളെ സംരക്ഷിക്കുന്ന, ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി
നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആകണം മനസ്സ്. അങ്ങനെയുള്ള നല്ല ഒരു സമൂഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ 2026 ഒത്തൊരുമയോടെ നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ ജീവിതം ഐശ്വര്യപൂർണമായി തീരുക തന്നെ ചെയ്യും. 2026 അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് 4-ാം ഭാവത്തിൽ ഗുരു വരുന്നത് അനുകൂലമാണ്. മിഥുന രാശിക്കാർക്ക് മകയിരത്തിൻ്റെ അവസാനത്തെ പകുതിയും അതുപോലെ തന്നെ പുണർദം, അതുപോലെ തന്നെ തിരുവാതിര, പുണർദത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം വരുന്ന നക്ഷത്രക്കാർക്കും മെയ് മാസം കഴിയുമ്പോൾ അനുകൂലമാണ്. ഗുരുവിൻ്റെ അനുകൂലമായ സമയമാണ്. മകം പൂരം ഉത്രത്തിൻ്റെ കാലുകാർ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ വരാം. ഉത്രത്തിൻ്റെ അവസാനത്തെ 1/4 നാഴിക അത്തം ചിത്തിര അരക്കാർക്ക് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ നിന്നാൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക ചോതി വിശാഖക്കാർക്കും വിശാഖത്തിൻ്റെ 1/4 ഭാഗക്കാർക്കും ജീവിതത്തിലെ വിജയം ഉണ്ടാക്കിയെടുക്കാം. അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുക തന്നെ ചെയ്യുന്നു. നേതൃശേഷി ഉണ്ടാക്കിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട ചേരുന്ന ഇവരൊന്ന് ശ്രദ്ധിക്കണം. ശാരീരിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഉദരസംബന്ധമായ വ്യാധികൾ, തിരഞ്ഞെടുപ്പിൽ നിന്നാൽ പരാജയബോധം, അതുപോലെ തന്നെ പരാജയം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഈ മെയ് മാസം മുതൽ. അതുപോലെ തന്നെ വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പറയുന്ന ശാരീരിക പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. മകരരാശിക്കാർക്ക് ഗുണം പ്രതീക്ഷിക്കാം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന ഇവർക്ക് ഗുണം പ്രതീക്ഷിക്കാം. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഇവർക്ക് ഗുരു 5-ലാണെങ്കിലും ഗുരുവിൻ്റെ മാറ്റം 6-ലോട്ടാണ് വരുന്നത്. ഒരുപാട് മാനസിക പ്രയാസങ്ങൾ വരാം. പക്ഷേ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ വിജയം പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിയിൽ സ്ഥിരത കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. അപ്പം അതുപോലെ പൂരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക, പൂത്രട്ടാതി, രേവതി ചേരുന്ന മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു 4-ൽ നിന്ന് 5-ലേക്ക് മാറുന്ന ഒരു വർഷക്കാലമാണ്. അവർക്കും ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ്. 2026 എനിക്ക് മോശമായി സമയമൊന്നും ചിന്തിക്കേണ്ട. എല്ലാം നന്മ വരാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയുടെ ഒരു വർഷമാകട്ടെ 2026.